ഹായ്, വെൽക്കം ടു AZB അക്കാഡമി. AZB അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് VFA യുമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. VFA യുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ VFA ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഡിസ്ട്രിക്ട് വൈസ് എത്ര ആപ്ലിക്കൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഡേറ്റയും കട്ട് ഓഫും ഈ ലിസ്റ്റ് എന്നിവരുണ്ടെന്നും ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്കൊന്ന് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്കറിയാം ഇത് എന്താണ്, ഇതൊരു ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. കഴിഞ്ഞ തവണ ഇത് എങ്ങനെയാണ് നടന്നത്? പ്രിലിംസും മെയിൻസും ആയിട്ട് നടന്ന എക്സാമാണ്. പക്ഷേ ഈ തവണ എന്താണ്, ഒരു സിംഗിൾ എക്സാം ആണ്. ഇത്തവണ നമുക്ക് പ്രിലിംസ് ഇല്ല, ഒരു സിംഗിൾ എക്സാം ആണ്. അത് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ത് ചെയ്യണം, നമ്മൾ എടുക്കണം. കാരണം ഈ കൊല്ലം പരീക്ഷ എഴുതി ഈ കൊല്ലം തന്നെ നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ കഴിയുന്ന ഒരു എക്സാമാണ്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ട് നമ്മൾ ഇതിനകത്ത് ഇടണം. കാരണം എന്താണ്, കാരണം ഞാൻ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഈ കൊല്ലം തന്നെ പരീക്ഷ എഴുതി ഈ കൊല്ലം തന്നെ കയറാൻ പറ്റുമെന്ന് പറഞ്ഞതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കറിയാം സെപ്റ്റംബർ 19 ഈ തവണത്തെ നമ്മുടെ എക്സാം ഡേറ്റ് വന്നേക്കുന്നത്. നമുക്കിനി ഒരു 70 ദിവസം തികച്ചില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് എന്ത് ചെയ്യണം, നമ്മൾ ഈ കൊല്ലത്തെ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും ചെയ്യണം. സാലറി എത്രയാണ്? സാലറി നമ്മൾ 23,700 മുതൽ 52,600 വരെ എന്താണ് ബേസിക്കൽ തുടങ്ങി ഇൻ ഹാൻഡ് ഒരു 30 എബോവ് കിട്ടുന്ന ഒരു നല്ല ജോബ് തന്നെയാണ് എന്ത് VFA. കഴിഞ്ഞ തവണ 1800+ വേക്കൻസികൾ പോയിട്ടുണ്ട്. എങ്ങനെ സ്റ്റേറ്റ് വൈസ് വേക്കൻസി നോക്കുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. ഡിസ്ട്രിക്ട് വൈസ് ആണ് എന്ത് നടക്കുന്നത്, എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇത്തവണ 5,50,000 പേര് എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കറക്റ്റ് കോർ കണ്ടന്റിലേക്ക് നമുക്ക് പോവാം. എന്താണ് നമ്മളിന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ്, ഏതൊക്കെ ജില്ലകൾ, എത്ര ആപ്ലിക്കൻസ്, കഴിഞ്ഞ തവണ എത്ര, ഇതുവരെ കഴിഞ്ഞ ലിസ്റ്റിൽ ഇതുവരെ എത്ര അഡ്വൈസുകൾ പോയിട്ടുണ്ട്, കട്ട് ഓഫ് എത്ര ആയിരുന്നു, ഈ ലിസ്റ്റിന്റെ കാലാവധി എന്ന് തീരും, ഇത് തീർന്നിട്ട് വേണം പുതുതായിട്ടുള്ള നമ്മളുടെ എന്ത് കയറാൻ വേണ്ടിയിട്ട്, നമ്മൾ ഈ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ നമ്മുടെ ലിസ്റ്റ് വരാൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ പറയുകയെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. പാലക്കാട് ജില്ലയിൽ ഈ തവണ എത്ര ആപ്ലിക്കൻസ് ഉണ്ട്? 58,142 ആപ്ലിക്കൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എവിടെ? പാലക്കാട് ജില്ലയിൽ ഇല്ലേ. കഴിഞ്ഞ തവണ എത്ര അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് അറിയോ? പാലക്കാട് ജില്ലയിൽ 200 അഡ്വൈസ്. ഈ വീഡിയോ എടുക്കുന്നത് വരെ 200 അഡ്വൈസ് പാലക്കാട് ജില്ലയിൽ VFAക്ക് പോയിട്ടുണ്ട്. കട്ട് ഓഫ് എത്ര ആയിരുന്നു അവിടെ? 100 മാർക്കിൽ 71.67 ആയിരുന്നു കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ്. കട്ട് ഓഫ് VFAക്ക് ഏകദേശം ഇത്രയും കട്ട് ഓഫ് എല്ലായിടത്തും ഉണ്ട്, ഇതിൽ കൂടിയാലേ ഉള്ളൂ. നമുക്ക് എത്രയാണ് ഈ തവണത്തെ ലിസ്റ്റ് എന്ന് തീരും? 03/1/2027 ഈ ലിസ്റ്റ് തീരുക എന്ന് വെച്ചാൽ അടുത്ത ലിസ്റ്റ് ഇതിന്റെ രാത്രി 3-ാം തീയതി രാത്രിയിൽ എന്ത് വരണം, അടുത്ത ലിസ്റ്റ് നിങ്ങൾ എഴുതാൻ പോകുന്ന ലിസ്റ്റ് വരും. ആ ലിസ്റ്റിൽ നമ്മളെല്ലാവരും എന്ത് ആയിരിക്കണം, നമ്മളെല്ലാവരും അതിനകത്ത് ഉണ്ടായിരിക്കണം. അതിനുള്ള വർക്ക് നമ്മൾ എടുത്തിരിക്കണം. അതേപോലെ തന്നെ LDയുടെ സെയിം സിലബസ് ആണ്. അപ്പോൾ ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നെക്സ്റ്റ് LD വരുന്നുണ്ട്. അതിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലും നമുക്ക് നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും ഇതിനു വേണ്ടി പഠിക്കുന്ന ഒരാൾക്ക്. അപ്പോൾ നെക്സ്റ്റ് ഏതാണ്? കോഴിക്കോടാണ്. കോഴിക്കോട് എത്ര ആപ്ലിക്കൻസ് ഉണ്ട്? കോഴിക്കോട് 56,029 ആപ്ലിക്കൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എത്ര അഡ്വൈസ് കഴിഞ്ഞ തവണ പോയി? 129 അഡ്വൈസേ പോയിട്ടുള്ളൂ. അതുപോലെ തന്നെ അവിടെ കോമ്പറ്റീഷൻ ഉണ്ട്. കട്ട് ഓഫിൽ നമുക്ക് കാണാൻ കഴിയും എത്ര, 74.67 ആണ് അവിടുത്തെ എന്ത് കട്ട് ഓഫ് വരുന്നത്. അവിടുത്തെ ലിസ്റ്റ് എന്താണ്, അവിടുത്തെ ഈ കൊല്ലം തന്നെ ലിസ്റ്റ് തീരും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, എന്ത് ഈ കൊല്ലം തന്നെ എക്സാം എഴുതി ഈ കൊല്ലം തന്നെ കയറാൻ കഴിയുന്ന ഒരു എക്സാമാണ് എന്ത് VFA. 20/12/2026 അവിടുത്തെ ഈ കൊല്ലത്തെ ലിസ്റ്റ് തീരുന്നതായിരിക്കും. ഡിസ്ട്രിക്ട് വൈസ് ആയതുകൊണ്ടാണ് എന്ത് ഓരോ ജില്ലയ്ക്കും ഓരോ ലിസ്റ്റ് എൻഡ് ചെയ്യുന്ന ഡേറ്റ് വരുന്നത്. ആലപ്പുഴയിൽ എത്രയാണ്? ആലപ്പുഴയിൽ ഇത്തവണ 37,992 ആപ്ലിക്കൻസ് ആണുള്ളത്. കഴിഞ്ഞ തവണ 104 അഡ്വൈസ് പോയിട്ടുണ്ട്. 70.67 ആയിരുന്നു എന്ത് അവിടുത്തെ കട്ട് ഓഫ് വന്നത്. അവിടുത്തെ ലിസ്റ്റ് എൻഡ് ചെയ്യുന്നത് എന്നാണ്? 30/11/2026 എന്ത് അവിടുത്തെ ലിസ്റ്റ് കാലാവധി കഴിയുന്നത്. ഇനി നമ്മൾ മലപ്പുറത്തിലേക്ക് വരാം. മലപ്പുറത്ത് എത്ര പേരുണ്ട്? മലപ്പുറത്ത് നോർമലി ഒരുപാട് ആളുകൾ ഉണ്ടാവും, കാരണം ഒരുപാട് വില്ലേജുകളുണ്ട് മലപ്പുറത്ത്. മലപ്പുറത്ത് 57,449 ആപ്ലിക്കൻസ് ആണ് ഇപ്പോൾ ഈ തവണ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ തവണ എത്ര പോയിട്ടുണ്ട്? 192 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. എവിടെ? മലപ്പുറം ജില്ലയിൽ പോയിട്ടുണ്ട്. 72 ആയിരുന്നു കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ്.
3/1/2027 വരെ എന്തുണ്ടാവും, ഈ തവണത്തെ അവരുടെ ഈ തവണത്തെ ലിസ്റ്റ് അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആവും. ഈ തവണ ഞങ്ങൾ എഴുതാൻ പോകുന്ന ലിസ്റ്റ് അവിടെ കയറുന്നതായിരിക്കും. ട്രിവാൻഡ്രത്ത് നോക്കിയാൽ നമ്മുടെ ഈ ലിസ്റ്റിലുള്ളതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതുന്ന എവിടാ? ട്രിവാൻഡ്രത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ തവണ VFA എഴുതാൻ പോകുന്നത്. എത്ര? 84,258 പേർ എവിടെ? ട്രിവാൻഡ്രത്ത് എക്സാം എഴുതാനായിട്ട് പോവുകയാണ്. 184 അഡ്വൈസസ് ആണ് അവിടെ ഇതുവരെ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ കോമ്പറ്റീഷൻ ഹൈ ആണ്. എത്രയാണ് അവിടുത്തെ കട്ട് ഓഫ്? ഏറ്റവും വലിയ കട്ട് ഓഫ് അവിടെ തന്നെ 82.65 കട്ട് ഓഫും അവിടെ തന്നെ ഉണ്ട്. 21/2/2027 അവിടെ ഈ ലിസ്റ്റ് എൻഡ് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത് നമുക്ക് കണ്ണൂരിലേക്ക് പോവാം. കണ്ണൂരിൽ എത്ര? 39,710 കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഏത് ഇത്തവണ എക്സാം എഴുതാൻ വേണ്ടിയിട്ടുണ്ട്. അതിൽ 123 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. 171 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. 74 അവിടുത്തെ കട്ട് ഓഫ്. 9/1/2027 ലിസ്റ്റ് എൻഡ് ആവുന്നത്. അടുത്തത് കൊല്ലത്ത് 53,676 അത്രയും ആപ്ലിക്കൻസ് ഉണ്ട്. അതിൽ 123 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. 74 കട്ട് ഓഫ്. 8/1/2027 ലിസ്റ്റ് എൻഡ് ആവുന്നതായിരിക്കും. തൃശ്ശൂർ 49,315 ആപ്ലിക്കൻസ് ഉണ്ട്. 165 ആണ് കഴിഞ്ഞ തവണത്തെ അഡ്വൈസ് പോയവരുടെ എണ്ണം. 71.67 കട്ട് ഓഫ്. 11/12 എന്ന് വെച്ചാൽ ഈ കൊല്ലം തന്നെ അവിടുത്തെ എന്ത് തീരുന്നതാണ്? ലിസ്റ്റ് എൻഡ് ചെയ്യുന്നതാണ്. അതുപോലെ വയനാട് നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ആൾക്കാർ എക്സാം എഴുതാൻ പോകുന്ന എവിടെയാണ്? വയനാടാണ്. 17,718 ആളുകൾ മാത്രമേ അവിടെ വയനാട് എഴുതുന്നുള്ളൂ. അതുപോലെ തന്നെ അവിടെ കഴിഞ്ഞ തവണ പോയ അഡ്വൈസിൻ്റെ എണ്ണവും വളരെ കുറവാണ്. എത്രയാണ്? 34 അഡ്വൈസുകൾ മാത്രമേ വയനാട് പോയിട്ടുള്ളൂ. ഈ 34 അഡ്വൈസുകൾ മാത്രമേ പോയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ വയനാട് കാണുന്നവരെല്ലാം നിരാശരാവേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വേണ്ടത് എന്താണ്? ഒരു ഒറ്റ അഡ്വൈസ് നമുക്ക് മതി. നമുക്ക് ആ ഒറ്റ സീറ്റിലേക്ക് നമുക്ക് കോമ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ മൈൻഡ് സെറ്റോടുകൂടിയാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാണ്ട് 1000 വേക്കൻസി ഉള്ളിടത്തെ നമ്മൾ പഠിക്കുമെന്ന് വിചാരിക്കരുത്. നമ്മളുടെ ഇന്റൻഷൻ എന്താണോ, അല്ലെ നമ്മളുടെ ആവശ്യം ഒരു ജോലിയാണെങ്കിൽ നമ്മൾ ഒരു സീറ്റിനായാലും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മത്സരിക്കും. അതുപോലെ 69.33 കട്ട് ഓഫ് അവിടെ കുറവാണ്. ഈ കൊല്ലം തന്നെ എന്ത് ചെയ്യും? 30/11/2026 അവിടുത്തെ ഈ ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റ് എൻഡ് ആവുന്നതായിരിക്കും. അടുത്തത് കോട്ടയത്ത് 31,228 ആപ്ലിക്കൻസ് ഉണ്ട്. 130 അഡ്വൈസസ് പോയിട്ടുണ്ട്. 71.3 ആണ് കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ്. 3/1/2027 അവിടുത്തെ ലിസ്റ്റ് എൻഡ് ആവുന്നത്. ഇടുക്കിയിലെ കാര്യം പറയുകയാണെങ്കിൽ ഇടുക്കിയിൽ 19,719 ആപ്ലിക്കൻസ് ഉണ്ട്. 71 കട്ട് ഓഫ്. 71 അഡ്വൈസ്. 71 തന്നെയാണ് കട്ട് ഓഫ്. 24/1/2027 അവിടുത്തെ ലിസ്റ്റ് എൻഡ് ആവുന്നത്. കാസർഗോഡ് ആണെങ്കിൽ 21,976. 81 അവിടുത്തെ അഡ്വൈസുകൾ പോയതിൻ്റെ എണ്ണം. 70.67 അവിടുത്തെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. 3/1/2027 ലിസ്റ്റ് എൻഡ് ആവുന്നതായിരിക്കും. അതുപോലെ നമുക്കിനി പത്തനംതിട്ട എറണാകുളം കൂടെ പറയാനുള്ളത്. പത്തനംതിട്ടയിൽ 22,740 ആപ്ലിക്കൻസ് ഉണ്ട്. അതിൽ 86 അഡ്വൈസസ് ആണ് പോയിട്ടുള്ളത്. 70.64 കട്ട് ഓഫ് ആണ് അവിടെ ഉള്ളത്. 30/11/2026 ലിസ്റ്റ് എൻഡ് ചെയ്യുന്നതായിരിക്കും. എറണാകുളത്തിൻ്റെ കാര്യം കൂടെ പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. എറണാകുളത്തിൻ്റെ കാര്യം അറിയണമെങ്കിൽ 47,663 ആപ്ലിക്കൻസ് അവിടെ ഉണ്ട്. 188 ഒരു ഭേദപ്പെട്ട അഡ്വൈസസ് അവിടെ പോയിട്ടുണ്ട്. 188 അഡ്വൈസസ് അവിടെ പോയിട്ടുണ്ട്. 72 അവിടുത്തെ കട്ട് ഓഫ്. ഈ വർഷം തന്നെ 21/12/2026 അവിടുത്തെ ലിസ്റ്റ് എൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാ ജില്ലയിലെയും നമ്മൾ ആപ്ലിക്കൻസിൻ്റെ കാര്യം പറഞ്ഞ്, അഡ്വൈസസിൻ്റെ കാര്യം പറഞ്ഞ്, കട്ട് ഓഫിൻ്റെ കാര്യം പറഞ്ഞ്, ലിസ്റ്റ് എൻഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞ്, ഇത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്?
നിങ്ങളുടെ കോമ്പറ്റീഷൻ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് ഇത്രയും ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഡൗൺ ആവരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ആളുണ്ടെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ശരിക്കും പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യത്തുള്ളൂ. നമ്മുടെ പോർട്ടലിൽ നോട്ടിഫിക്കേഷൻ കണ്ട് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇതിനകത്ത് മെജോറിറ്റിയും. പക്ഷെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമോ? അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ജോലി കിട്ടില്ല. കാരണം ഒരു ജില്ലയിൽ നിന്ന് 200 പേർക്കും 100 പേർക്കും 37 പേർക്കും ഒക്കെയാണ് എന്ത് ജോലി കിട്ടുന്നത്. അപ്പം നമ്മൾ അത്രയും കോമ്പറ്റീഷൻ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് വേണം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് സാലറി ക്രെഡിറ്റ് ചെയ്യുന്നത്, നമ്മളുടെ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് സാലറി ക്രെഡിറ്റ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അത് ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെ കേരള ഗവൺമെൻറ് നമ്മുടെ അക്കൗണ്ടിലേക്ക് സാലറി ക്രെഡിറ്റ് ചെയ്യുക. നമ്മുടെ ഫ്യൂച്ചർ സെക്യൂറായി. അത്രയും സന്തോഷമുള്ളൊരു നിമിഷം ഉണ്ടായിരിക്കും. എല്ലാവർക്കും അതൊരു നല്ല സന്തോഷമുള്ള നിമിഷമായിരിക്കും. നമുക്ക് പക്ഷേ ആ ഒരു സന്തോഷമുള്ള നിമിഷത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് നാൾ സഫർ ചെയ്യണം, അല്ലെ കുറച്ച് നാൾ കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ടതിൻ്റെ ഫലം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പം എന്ത് ചെയ്യുക, നമുക്ക് ഈ VFA സെപ്റ്റംബർ 19 വരുന്ന ഈ VFAയിലേക്ക് നമ്മളുടെ AZB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് തരുന്നുണ്ടോ, അത് ഡെയിലി സ്റ്റഡി പ്ലാൻ നമ്മൾ തരുന്നുണ്ട്, ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് നമ്മൾ തരുന്നുണ്ട്, വീക്ക്ലി മോക്ക് ടെസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ കറണ്ട് അഫെയർ സെക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക്, സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസ് ഉണ്ട്, മോട്ടിവേഷൻ സെക്ഷൻസ് ഉണ്ട്. ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. VFAയുടെ ഡേറ്റ് വരുന്നതിന് മുമ്പ് ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവരായാലും, നേരത്തെ PSC ഇങ്ങനെ പഠിച്ച് വന്നിട്ട് ഒരു ബ്രേക്ക് എടുത്തവരായാലും, കണ്ടിന്യൂ ചെയ്ത് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഏറ്റവും നല്ലൊരു കോഴ്സാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. മാക്സിമം ഈ ഡേറ്റിനുള്ളിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ എന്ത് ചെയ്തിട്ടുള്ളത്, VFAയുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ടുള്ള അപ്ഡേറ്റ് അറിയണമെങ്കിലും കാര്യങ്ങളും എന്തറിയണമെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരുന്നാൽ മതി, ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ശരി, ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് കാണാം.